കേരളത്തിൽ കോവിഡ് പരിശോധന നിർബന്ധമാക്കുന്നു. പനി, ശ്വാസസംബന്ധമായ അസുഖം എന്നീ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും കോവിഡ്-19 പരിശോധന നടത്തണമെന്ന് ആരോഗ്യവകുപ്പ്. റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തി ഫലം നെഗറ്റീവെങ്കിൽ RT-PCR ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർക്ക് മാസ്ക് നിർബന്ധമാക്കണം. കോവിഡ് രോഗികളെ പ്രത്യേക വാർഡിൽ പാർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കേരളത്തിൽ നിലവിൽ 1435 കോവിഡ് രോഗികളാണ് ഉള്ളത്. കോവിഡ് മൂലം 8 മരണവും സ്ഥിരീകരിച്ചു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ രോഗബാധിതർ കേരളത്തിലാണെന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത്. കേരളത്തിൽ വ്യാപിക്കുന്ന ഒമിക്രോൺ JN1 വകഭേദമായ LF7 തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമായി ഉപയോഗിക്കണം. ജലദോഷം, തൊണ്ടവേദന, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉണ്ടെങ്കിൽ നിർബന്ധമായും മാസ്ക് ഉപയോഗിക്കണം. പ്രായമായവരും ഗർഭിണികളും ഏറെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ അറിയിക്കണം. ആർക്കെങ്കിലും കോവിഡ് കണ്ടെത്തിയാൽ പ്രോട്ടോകോൾ പ്രകാരം ചികിത്സ ഉറപ്പാക്കണം. രോഗികളും കൂട്ടിരിപ്പുകാരും ആരോഗ്യ പ്രവർത്തകരും നിർബന്ധമായും മാസ്ക് ധരിക്കണം. ആശുപത്രികളിൽ സന്ദർശകരുടെ എണ്ണം നിയന്ത്രിക്കണം. രോഗലക്ഷണമുള്ള കൂട്ടിരിപ്പുകാരും ആരോഗ്യ പ്രവർത്തകരും കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാകണം. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗം, കൈകഴുകൽ തുടങ്ങിയ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ആശുപത്രി സംവിധാനങ്ങളുടെ പര്യാപ്തത അടിയന്തരമായി വിലയിരുത്തി ഓക്സിജൻ ലഭ്യത, മരുന്നുകൾ, മാസ്ക്, കയ്യുറ, വെന്റിലേറ്ററുകൾ, ICU കിടക്കകൾ എന്നിവ ഉറപ്പാക്കണം. എല്ലാ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളിലും മോക്ക് ഡ്രിൽ നടത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചത്. കോവിഡ്-19 നമ്മുടെ സംസ്ഥാനത്ത് അതിവ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുല്ലശ്ശേരി ബ്ലോക്കിനെ സംബന്ധിച്ച് നമുക്ക് വെങ്കിടങ്ങ് പഞ്ചായത്തിൽ 3 കേസുകളും മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2 കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും വളരെ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയകളിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. മാസ്ക് ധരിക്കണം. പിന്നെ കൈയുടെ സാനിറ്റേഷൻ നമ്മൾ ഉറപ്പുവരുത്തണം. ആശുപത്രികൾ സന്ദർശിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണം. ആരോഗ്യ പ്രവർത്തകരും അതുപോലെ രോഗികളും ഡോക്ടർമാരും മാസ്ക് നിർബന്ധമായും ധരിക്കണം. കൂടുതൽ ഇത്തരം സിംറ്റംസ്, ലക്ഷണങ്ങളുള്ളവർ പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് പകരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഗർഭിണികളും വൃദ്ധരും ചെറിയ കുട്ടികളും മറ്റ് അസുഖങ്ങളുള്ളവരും അവർക്കാണ് റിസ്ക് കൂടുതൽ അസുഖം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ളവർ പ്രത്യേകിച്ചും ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. ഗവൺമെൻറ് നൽകുന്ന നിർദ്ദേശങ്ങൾ അതാത് സമയം കൃത്യമായി എല്ലാവരും പാലിക്കണം.